സൃഷ്ടാവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്തവരല്ല. മറിച്ച് കുറച്ച് നിമിഷങ്ങളിലെ അശ്രദ്ധ മൂലം തെറ്റ് സംഭവിച്ചു പോവുകയും ബോധമുണരുന്ന സമയം അതിനെ തൊട്ട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ്. വിനയമുള്ളവർക്ക് ഇങ്ങനെ റബ്ബിലേക്ക് തന്നെ തെറ്റ് ഏറ്റു പറഞ്ഞ് മടങ്ങാനാകൂ. അവരാകട്ടെ സൃഷ്ടാവിന് മുൻപിലും അവന്റെ സൃഷ്ടികളുടെ മുന്നിലും തനിക്ക് സംഭവിച്ചു പോകുന്ന തെറ്റിന് ഒരു മടിയും കൂടാതെ മാപ്പ് ചോദിക്കുന്നവരുമായിരിക്കും. ഒരുപക്ഷെ തെറ്റ് അവരുടെ ഭാഗത്തല്ലായിരിക്കും, എങ്കിൽ കൂടി അവർ അത് വിട്ടുകളയാനും മാപ്പ് ചോദിക്കാനും തയ്യാറായിരിക്കും. ഇങ്ങനെ മറ്റു മനുഷ്യർക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കുമ്പോൾ അവരൊരിക്കലും പരാജിത ഭാവത്തിൽ തല താഴ്ത്തുന്നവരായിട്ടല്ല ഉള്ളത്. പകരം അവരുടെ ആ പ്രവൃത്തി കൊണ്ട് അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്നും ലഭിക്കാൻ പോകുന്ന ഉന്നതിയിൽ പ്രതീക്ഷയിലായിരിക്കും അവർ. കൂടാതെ തന്റെ സൃഷ്ടാവിന്റെ സംതൃപ്തിക്കും സ്നേഹത്തിനും കാരണമാകുന്ന ഒരു കാര്യം ചെയ്യുന്നതിൽ ആഹ്ലാദത്തിലുമായിരിക്കും അവർ. ഇത്തരത്തിലുള്ളവർ അവർക്ക് പുറത്തു കൊടുക്കാനും വിട്ടുകളയാനും ലഭിക്കുന്ന ഓരോ അവസരങ്ങൾക്കും അങ്ങേയറ്റം നന്ദിയുള്ളവരുമായിരിക്കും. ഓരോ പ്രതിസന്ധികളും അവസരമാക്കി മാറ്റുന്നവരാണവർ. റബ്ബിന് സ്തുതി പറയാനും റബ്ബിന്റെ സ്നേഹം അനുഭവിക്കാനുമുള്ള അവസരങ്ങൾ. നാം എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നുവോ അത്രത്തോളം വളരുകയാണ് റബ്ബിന്റെ അടുക്കൽ. എപ്പോഴാണ് ഒരാൾക്ക് ഭൂമിയോളം താഴാൻ കഴിയുന്നത്? റബ്ബിനെ അറിയേണ്ട പോലെ അറിയുമ്പോൾ, റബ്ബിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുമ്പോൾ, ആ സ്നേഹത്തിന് പകരമായി അവർ അവരെ തന്നെ സമർപ്പിക്കുകയാണ് അവന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ.